ഫസ്റ്റ് സെമസ്റ്റർ BA BSc ഡിഗ്രി എക്സാം നവംബർ 2020 എഡിഷണൽ കോമൺ കോഴ്സ് ഇൻ ഹിന്ദി, അതായത് ഹിന്ദി കവിത എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നടത്തുന്നത്. മാക്സിമം മാർക്സ് 40, ടൈം 3 hours. फर्स्ट क्वेश्चन, कम से कम 300 शब्दों में किसी एक प्रश्न का उत्तर लिखिए. ഒരു ചോദ്യത്തിന് 7 മാർക്കാണ് ഉള്ളത്. फर्स्ट क्वेश्चन, सिडकिनी कविता के आधार पर कात्यायनी की काव्यगत विशेषता लिखिए. ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫായിട്ട് കാത്യായനിയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനാണ് എഴുതേണ്ടുന്നത്. പിന്നെ കവിതയുടെ ആശയം എഴുതുക. പിന്നീട് ലാസ്റ്റ് പാരഗ്രാഫായിട്ട് ഒരു കൺക്ലൂഷൻ എഴുതണം. അപ്പോൾ ആ കൺക്ലൂഷനിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സന്ദേശം എന്താണ്, അതിലെ ഭാഷാപരമായുള്ള പ്രത്യേകതകൾ, ഇതൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പോസ്റ്റർ और ആത്മീ കവിത की സമീക്ഷ कीजिए. പോസ്റ്റർ ആത്മീ എന്ന കവിത എഴുതിയിരിക്കുന്നത് സർവേശ്വർ ദയാ സക്സേനയാണ്. അപ്പോൾ സക്സേനയെക്കുറിച്ച് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതണം. പിന്നീട് ആ കവിതയുടെ സാരാംശം എഴുതുക. പിന്നീട് ഭാഷയുടെ ലാസ്റ്റ് പാരഗ്രാഫ് ആയിക്കൊണ്ട് നിഷ്കർഷമാണ്, അതായത് കൺക്ലൂഷനാണ് അതിൽ ചേർക്കേണ്ടുന്നത്. കാവ്യഗത വിശേഷതകളാണ്, ഭാഷാശൈലിയിലും അല്ലെങ്കിൽ സന്ദേശം എന്താണെന്ന് എഴുതണം. റോമൻ നമ്പർ 2 ക്വസ്റ്റ്യൻ ആണ്, കം സേ കം 300 ശബ്ദോ മേ കിസി ഏക് പ്രശ്ന കാ ഉത്തർ ലിഖിയെ. ഇതിനും 7 മാർക്കാണുള്ളത്. ഒരു ചോദ്യത്തിനാണ് ഉത്തരം എഴുതേണ്ടതുള്ളൂ. ഹിന്ദി കവിത കി വികാസ് യാത്ര പർ ലേഖ ലിഖിയെ. ഹിന്ദി കവിതയുടെ വികാസത്തെക്കുറിച്ചിട്ട് ഒരു ലേഖനമാണ് തയ്യാറാക്കേണ്ടത്. അപ്പം സാഹിത്യത്തിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ് നമ്മൾ 4 കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദി കവിതയുടെ വികാസം അനുസരിച്ച് ഇതേപോലെ തന്നെ ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനിക കാൽ എന്നിങ്ങനെ 4 കാലഘട്ടങ്ങളിൽ ആയിക്കൊണ്ട് ഹിന്ദി സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദി കവിതയുടെ വികാസത്തെക്കുറിച്ചിട്ടാണ് അതിൽ എഴുതേണ്ടുന്നത്. 4ാമത്തെ ചോദ്യം, നാച്ച് കവിത കാ ആസ്വാദൻ ലിഖിയെ. നാച്ച് കവിത എഴുതിയിരിക്കുന്നത് അജ്ഞയാണ്. അജ്ഞേൻ്റെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. സെക്കൻഡ് പാരഗ്രാഫ് ആയിക്കൊണ്ട് പിന്നീട് അതിന് ശേഷം നാച്ച് കവിതയുടെ സാരാംശം എഴുതുക. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ് ആയിക്കൊണ്ട് അതിൻ്റെ പ്രത്യേകതകളാണ് എഴുതേണ്ടുന്നത്. रोमन नंबर 3, किन्हीं 3 प्रश्नों के उत्तर लगभग 125 शब्दों में लिखिए. ഓരോ ചോദ്യത്തിന് 3 മാർക്കാണുള്ളത്. 3 ചോദ്യത്തിന് ആൻസർ എഴുതണം. ടോട്ടൽ 9 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 5, തുളസീദാസ് കി ഭക്തി ഭാവന കാ വർണ്ണൻ കീജിയെ. തുളസീദാസ് ഏത് കാലഘട്ടത്തിലെ കവിയാണ്, അവരുടെ ഭക്തി എങ്ങനെയുള്ള ഭക്തിയാണ്, അതിനെ കുറിച്ചിട്ടാണ് ഒരു പാരഗ്രാഫ് എഴുതേണ്ടുന്നത്. 6ാമത്തെ ചോദ്യം, കൃഷ്ണഭക്തി ശാഖ കെ പ്രചാർ മേ സൂർദാസ് കെ യോഗദാൻ പർ പ്രകാശ് ഡാലിയെ. കൃഷ്ണഭക്തി ശാഖയിൽ സൂർദാസിൻ്റെ പങ്കിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. കൃഷ്ണഭക്തി ശാഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയാണ് സൂർദാസ്. അപ്പം ഭക്തിക്ക് വേണ്ടി രചനകൾ എഴുതി. പിന്നെ ശ്രീനാഥ് കെ മന്ദിർ മേ കീർത്തൻ ഗാഥേത്യം. അപ്പോൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതണം. 7ാമത്തെ ചോദ്യം, കബീർദാസിനെ ഈശ്വർ കെ ബാരെ മേ ക്യാ കഹാ ഹെ. കബീർദാസ് ഈശ്വരനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ ചോദ്യം, പുത്തലി മേ സംസാർ കവിത കാ സന്ദേശ് ക്യാ ഹെ. പുത്തലി മേ സംസാർ എന്ന കവിത എഴുതിയിരിക്കുന്നത് അരുൺ കമലാണ്. അപ്പോൾ ഈ കവിതയിൽ സന്ദേശം, നമുക്ക് എന്ത് സന്ദേശമാണ് തരുന്നത്, അതായത് മഹാഭാരത കഥയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതായ അർജുനൻ ഒരേയൊരു കാര്യത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇന്നത്തെ ആധുനിക മാനവ്, അതായത് നയ അർജുൻ സംസാർ കെ സഭി ബാത്തോം കോ ദേഖ്തേ ഹെ. അപ്പോൾ ആ കാര്യങ്ങളാണ് 8ാമത്തെ ചോദ്യം എഴുതേണ്ടുന്നത്. അടുത്തത് റോമൻ നമ്പർ 4, കിനിൻ 3 പദ്യാംശവും കി സബ് പ്രസംഗി വ്യാഖ്യാ കീജിയെ. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 3 മാർക്കാണുള്ളത്. ടോട്ടൽ 9 മാർക്ക്. അപ്പോൾ സപ്രസംഗി വ്യാഖ്യ എന്ന് പറഞ്ഞാൽ അനോട്ടേഷനാണ്. സപ്രസംഗി എന്ന് പറഞ്ഞാൽ സന്ദർഭ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ്. അപ്പം ഇത് ചോദ്യം അനോട്ടേഷൻ എങ്ങനെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലും ഫസ്റ്റ് പാരഗ്രാഫ് കവിയെക്കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫ് തന്നിരിക്കുന്ന ലൈനിനെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. തേർഡ് പാരഗ്രാഫ് ആയിക്കൊണ്ട് ഇതിൻ്റെ പ്രത്യേകതകളാണ് എഴുതേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ 9ാമത്തെ ചോദ്യമാണ്, സദ്ഗുരു കി മഹിമ അനന്ത് കിയ ഉപകാർ ലോചൻ അനന്ത് ഉഘാഡിയ അനന്ത് ദിഖാവൺ ഹാർ. ഈ ദോഹ കബീർദാസിൻ്റെ ദോഹയാണ്. അപ്പോൾ അതിനെ ഒന്ന് എഴുതുക. 10ാമത്തെ ചോദ്യമാണ്, മേം കേവൽ ഉസ് ഖംബേ സേ ഇസ് ഖംബേ തക് ദൗഡ്താ ഹും कि इस या उस खंबे से रस्सी खोल दूँ कि तनाव चुके और ढील में मुझे छुट्टी हो जाए पर तनाव ढीलता नहीं. അപ്പോൾ ഇത് കവിത അജ്ഞേൻ്റെ കവിതയാണ്.
നാച്ച് എന്നുള്ള കവിതയാണ്. അപ്പോൾ അജ്ഞേനെക്കുറിച്ച് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതുക. അജ്ഞേൻ്റെ രചനകൾ എന്തൊക്കെയാണ്, ഈ കവിത നാച്ച് എന്ന കവിതയുടെ പ്രത്യേകത എന്താണ് ഒന്ന് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫ് ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ ഒന്ന് എക്സ്പ്ലനേഷൻ എഴുതുക. തേർഡ് പാരഗ്രാഫ് ആയിക്കൊണ്ട് അതിൻ്റെ പ്രത്യേകതയാണ് എഴുതേണ്ടുന്നത്. അടുത്ത ചോദ്യം 11ാമത്തത് गंगा की धारा दुर्बल मरियल प्रदूषण विकल गोया पन बिजली के रूप में उसका सत निकाल लिया है बारह बांध कर. അപ്പോൾ ഈ ലൈൻ ജ്ഞാനേന്ദ്രപതിയുടെ രേത് കെ ദ്വീപ് പസർ ആയേഹിം എന്ന കവിതയിലെ വരികളാണ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ജ്ഞാനേന്ദ്രപതിയെക്കുറിച്ചും അവരുടെ രചനകളെക്കുറിച്ചും എഴുതുക. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് ആയിക്കൊണ്ട് ഈ തന്നിരിക്കുന്ന ലൈനിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. മൂന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകതയാണ് എഴുതേണ്ടത്. 12ാമത്തെ ചോദ്യമാണ് सबसे अधिक परेशानी पैदा करने वाली बात शायद यही है कि सिडकिनियों के खिलाफ लड़ाई खुद अपने ही खिलाफ एक कठिन लड़ाई है. അപ്പോൾ ഇത് ലാസ്റ്റത്തെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റത്തെ കവിതയായ കാത്യായനിയുടെ കവിതയാണ് സിഡക്കിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് കാത്യായനിയെക്കുറിച്ച് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫ് ഈ തന്നിരിക്കുന്നതിന് ലൈനിനെ എക്സ്പ്ലനേഷൻ എഴുതുക. മൂന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത എഴുതുക. ഇനി അടുത്ത ഫിഫ്ത്ത് റോമൻ നമ്പർ 5 ആണ്. किन्हीं 8 प्रश्नों के उत्तर एक या 2 वाक्यों में लिखिए. 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 1 മാർക്കാണുള്ളത്. ടോട്ടൽ 8 മാർക്ക്. क्वेश्चन नंबर 13 कबीरदास जी अपने को दुखी और संसार को सुखी क्यों मानते हैं. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ദോഹയുടെ സാരാംശമാണ്. കബീർദാസ് ഈ ലോകത്തെ സുഖിയായിട്ടും തന്നെ ദുഃഖിതനായിട്ടാണ് കരുതുന്നത്. അപ്പം അതുകൊണ്ട് സുഖി ലോഗ് എങ്ങനെ ജീവിക്കുന്നു, കൈസെ രഹത്തെ വേ സഭി ലോഗ് സുഖി ലോഗ് खाते हुए और पीते हुए और सोते हुए जीवन बिताते हैं. लेकिन कबीरदास दुखी हैं, वे हमेशा जाग कर ईश्वर की प्रार्थना करते हुए जीवन बिताते हैं. അതാണ് 13ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. 14ാമത്തെ ചോദ്യം തുളസിദാസ് ദ്വാര രചിത് महत्वपूर्ण 4 ग्रंथों का नाम लिखिए. തുളസിദാസ് എഴുതിയ 4 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പേരാണ് എഴുതേണ്ടുന്നത്. പേരാണ് ഉത്തരമാണ് രാംചരിതമാനസ്, വിനയപത്രിക, ദോഹാവലി, കവിതാവലി, ഗീതാവലി എന്നുള്ള രചനകളാണ്. ഏതെങ്കിലും 4 പേര് എഴുതുക. 15ാമത്തെ ചോദ്യം ബാലകൃഷ്ണക്കോ അന്യ ബാലക് ക്യോം ചുട്ടക്കി ദേക്കർ ഹസ്തേ ഹം. ബാലക് കൃഷ്ണനെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർ ചുടക്കി ദേക്കർ ഹസ്തേഹം മറ്റു കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ അവനെ ഉപദ്രവിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കാം. അപ്പം കവിതയുടെ ബാലക് കൃഷ്ണനെ സൂർദാസിൻ്റെ പതിലെ ലൈനാണിത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കേണ്ടത് ഗോരാനന്ദ് ജസോദ ഗോരി തും കത് ശ്യാമ ശരീർ എന്ന് പറഞ്ഞിരിക്കുന്ന ലൈനിൽ. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നന്ദ് ഗോരാ ഹേ और यशोदा गौरी हैं लेकिन उनका पुत्र कृष्ण का रंग काला है इसलिए सभी ग्वाल बालक चुटकी देकर हंसता है. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യമാണ് 16ാമത്തത് മഹാദേവി വർമ്മ ദ്വാര രചിത് ഗീതവും കെ സംഗ്രഹവും കാ നാം ലിഖിയെ. മഹാദേവി വർമ്മ എഴുതിയ ഗീതങ്ങളുടെ സംഗ്രഹം അതായത് സമാഹാരത്തിൻ്റെ പേരാണ് എഴുതേണ്ടുന്നത്. ഉത്തരമാണ് നിഹാർ, രശ്മി, നീരജ, സാന്ത്യഗീത്, ദീപശിഖ, യാമ മുതലായവയാണ് അവരുടെ രചനകൾ. അടുത്ത ചോദ്യമാണ് 17ാമത്തത് ഠാക്കൂർ കാ കുവാം കവിത കിസ് ഓർ ഇഷാര കർത്താ ഹേ. അപ്പം ഠാക്കൂർ കാ കുവാം എന്ന കവിത നമുക്ക് എന്തിനേക്ക് സൂചന തരുന്നത് ആണ്. അതായത് ഉത്തരമാണ് ഭാരതീയ സമാജ് മേ വ്യാപ്ത് ജാതി വ്യവസ്ഥാക്കി ഓർ ഇഷാര കർത്താഹ്യം. ജാതി വ്യവസ്ഥയിലേക്കാണ് സൂചന നൽകുന്നത്. 18ാമത്തെ ചോദ്യം किसकी रचनाओं का अनुवाद करते हुए हरिवंश राय बच्चन ने अपनी अमर मौलिक कृति मधुशाला की रचना की. ആരുടെ രചനയുടെ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടാണ് ഹരിവംശ റായ് ബച്ചൻ തൻ്റെ അമർ ആയിരിക്കുന്ന അനശ്വരമായ കൃതിയായ മൗലിക രചനയായ മധുശാല എന്ന കൃതി രചിച്ചിരിക്കുന്നത്? ഉത്തരമാണ് ഉമർ ഖയാം. ഉമർ ഖയാമിൻ്റെ ഫാരസി കവിയായ ഉമർ ഖയാമിൻ്റെ രചനകളുടെ
ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടാണ് മധുശാല എന്ന് പറഞ്ഞ തൻ്റെ മൗലികമായ അനശ്വരമായ രചന ആയ മധുശാല രചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യമാണ് 19. കവി സർവേശ്വർ ദയാൽ സക്സേന കാ ജനപ്രിയ നാടക് കോൺ സാ ഹെ? ജനപ്രിയമായ നാടകത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. സർവേശ്വർ ദയാൽ സക്സേനയുടെ നാടകം ഏതാണ്? ബക്കരി എന്നതാണ് ഉത്തരം. 20ാമത്തെ ചോദ്യം, നിരാലാജി ജാഗോ ഫിർ ഏക് ബാർ നാമക കവിത കെ ദ്വാര ക്യാ ആഹ്വാൻ കിയാ ഹെ? അപ്പോൾ ഉത്തരമാണ് നിരാലാജി ജാഗോ ഫിർ ഏക് ബാർ നാമക കവിത കെ ദ്വാര നീന്ത് മേ ഡൂബേ ഹുവേ സമാജ് കോ ജഗാനെ കാ ആഹ്വാൻ കിയാ ഹെ? ഉറക്കത്തിൽ മുഴുകിയിരിക്കുന്നതായ സമൂഹത്തെ ഉണർത്തുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. 21ാമത്തെ ചോദ്യം, ഏക് ഖിഡ്കി നാമ കവിത കിസ് ഓർ ഇഷാര കർത്തി ഹെ? ഏക് ഖിഡ്കി എന്ന് പറഞ്ഞ കവിത ഏതിലേക്ക് നമുക്ക് സൂചന നൽകുന്നതാണ്? ഏക് ഖിഡ്കി നാമ ഉത്തരമാണ്. ഏക് ഖിഡ്കി നാമ കവിത മേം കവി ഉമ്മീദ് की एक खिड़की की बात करता है जो हर हाल में खुले रखना है. അതായത് ഉമ്മീദ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു ജനൽ തുറന്നു തന്നെ ഇരിക്കുക. അതായത് എല്ലാ ഹാലത്തിലും ഏതൊരവസ്ഥയിലും ഇത് തുറന്നു തന്നെ ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 22. റഹീം കെ 3 പ്രസിദ്ധ ഗ്രന്ഥോം കാ നാം ലിഖിയെ? റഹീമിൻ്റെ 3 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പേരാണ് എഴുതേണ്ടുന്നത്. റഹീം ദോഹാവലി, ബർവേ നായിക ഭേദ് ഔർ നഗരശോഭ. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് റഹീമിൻ്റെ ഗ്രന്ഥങ്ങൾ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത്.